തൃശൂരിൽ ടി.എൻ. പ്രതാപനായുള്ള ചുവരെഴുത്തുകൾ മായ്ക്കാൻ ജില്ലാ നേതൃത്വത്തിന്റെ നിർദ്ദേശം. കെ മുരളീധരനെ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാക്കാൻ ധാരണയായതോടെയാണ് ഈ തീരുമാനം. 3.5 ലക്ഷത്തിലധികം പോസ്റ്ററുകൾ ടി.എൻ. പ്രതാപന് വേണ്ടി അച്ചടിച്ചു. 150-ലധികം ഇടങ്ങളിൽ ടി.എൻ. പ്രതാപന് വേണ്ടി ചുവരെഴുത്തും നടത്തി. അതിനിടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി മാറ്റത്തിൽ പ്രസക്തിയില്ലെന്നായിരുന്നു ബി.ജെ.പി. സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ പ്രതികരണം. അവരുടെ സംഘടനയുടെ കാര്യമാണ്, അവർ തീരുമാനിക്കട്ടെ. എനിക്ക് വോട്ടേഴ്സ് മാത്രമാണ് പ്രസക്തമായ ഘടകം ഇതിനകത്ത്. ഞാൻ വോട്ടേഴ്സിനെ മാത്രമേ എൻ്റെ മുന്നിൽ കാണുന്നുള്ളൂ. എൻ്റെ പേരെഴുതി ഞാൻ വന്നില്ലേ, ഞാൻ വോട്ട് ചോദിക്കുന്നില്ലേ, എൻ്റെ വോട്ടേഴ്സ് ഇല്ലേ. 3-ാം സ്ഥാനത്തോ 10-ാം സ്ഥാനത്തോ പോട്ടെ, അതിനെന്താ, അതിനെന്താ, ആയിക്കോട്ടെ, ജനമല്ലേ തീരുമാനിക്കുന്നത്. ഇത് ഗംഭീരമായി, ഒന്നുകൂടെ ഗംഭീരമായി, അത്രയേ ഉള്ളൂ. തൃശ്ശൂരിൽ നിന്ന് സൂരജ് സജി തത്സമയം ചേരുന്നു. സൂരജ് സജി, കെ മുരളീധരൻ വരുമെന്നറിഞ്ഞതോടെ കളം കുറച്ചുകൂടി കടുക്കും എന്ന് ധാരണയായോ മറ്റുള്ള പാർട്ടികൾക്ക്? എസ്.കെ.എൻ. തൃശ്ശൂരിന്റെ ചരിത്രത്തിൽ നേരത്തെയും പല ചുവരെഴുത്തുകളും മായ്ച്ചിട്ടുണ്ട്. കെ കരുണാകരൻ, പത്മജ വേണുഗോപാൽ തുടങ്ങി മുരളീധരന്റെ വരെ ചുവരെഴുത്തുകൾ മായ്ച്ച ചരിത്രം തൃശ്ശൂരിനുണ്ട്. വീണ്ടും ഒരു ചരിത്രം കൂടി തൃശ്ശൂരിൽ രചിക്കപ്പെടുകയാണ്. എന്തായാലും ടി.എൻ. പ്രതാപന്റെ ചുവരെഴുത്തുകൾ മായ്ക്കാനാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എസ്.കെ.എൻ. സൂചിപ്പിച്ചതുപോലെ തന്നെ കെ മുരളീധരന്റെ വരവ് അത് ഈ തെരഞ്ഞെടുപ്പിനെ വലിയ ചൂടിലേക്ക് അല്ലെങ്കിൽ ശക്തമായ ഒരു പോരാട്ടത്തിലേക്ക് കൊണ്ടുപോകും എന്നുള്ളത് തന്നെയാണ് എല്ലാ മുന്നണികളും വിലയിരുത്തുന്നത്. എന്തായാലും ഈ ടി.എൻ. പ്രതാപന് വേണ്ടി 3.5 ലക്ഷത്തിലധികം പോസ്റ്ററുകൾ അച്ചടിച്ചിരുന്നത്. ഇതിൽ പലതും ഈ ചുവരിൽ ഉൾപ്പെടെ പതിപ്പിക്കുകയും ചെയ്തു. 150-ലധികം ഇടത്ത് ചുവരെഴുത്തുകളും എഴുതിയിരുന്നു. എന്തായാലും ഇതെല്ലാം മായ്ക്കാനും പോസ്റ്ററുകൾ അടിയന്തരമായി നീക്കം ചെയ്യാനുമാണ് ജില്ലാ നേതൃത്വം നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്ന് രാവിലെ ഉണ്ടാകുന്ന സമയത്ത് തന്നെ ഈ ചുവരെഴുത്തുകളെല്ലാം മാച്ച് പകരം പ്രചരണങ്ങളുമായി കെ മുരളീധരന്റെ പേര് ഉയർത്തിക്കാട്ടിക്കൊണ്ടുള്ള പ്രചരണങ്ങളുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുരേഷ് ഗോപിയുടെ പ്രതികരണം നമ്മൾ തേടുകയുണ്ട്. അദ്ദേഹം പറഞ്ഞത് തന്റെ മുന്നിൽ വോട്ടർമാർ മാത്രമാണുള്ളത്, ആരാണ് സ്ഥാനാർത്ഥികൾ എന്നത് സംബന്ധിച്ച് താൻ ചിന്തിക്കുന്നില്ല, പകരം ജനങ്ങളെ വിശ്വസിക്കുക, ജനങ്ങളിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് താൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നുകൂടി സുരേഷ് ഗോപി പറയുന്നു. എന്തായാലും എല്ലാ മുന്നണികളെ സംബന്ധിച്ചും കെ മുരളീധരന്റെ വരവ് അത് വലിയ ശക്തമായ പോരാട്ടത്തിലേക്ക് കൊണ്ടുപോകും എന്നൊരു വിലയിരുത്തലാണുള്ളത്. എസ്.കെ.